ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. അല്ല, ഈ ബാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കണത്. ആ ചെക്ക ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? അവന്റെ ലൈഫേ പോയി, അവന്റെ കരിയറേ പോയി. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. അവൻ അനുഭവിക്കുന്ന മാനസിക വേദന എന്തോരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി കേട്ടോ. താലിയൊക്കെ തിരിച്ചു കൊടുത്തിട്ടാണോ അത് അതും കൂടെ ചുമന്നോണ്ട് പോയോന്ന് അറിയത്തില്ല. സ്വർണത്തിന്റെ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യമുള്ള നല്ല ജുവൽസ് ഉണ്ട്. എന്നാൽ ഇവനിതിനെങ്ങനെ ചാലാക്കി? പിന്നെ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാൻ പാടില്ലേ, പോകാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പക്ക തെണ്ടിത്തരമാണ്. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പാതിനെ. ഇതിനൊന്നും ഇങ്ങനെയൊന്നും അല്ല മറുപടി പറയേണ്ടത്. വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? സത്യത്തില് അവിടുത്തെ പെണ്ണുങ്ങൾ ഇടപെട്ട് മടല് വെട്ടി അടിക്കുകയാണ് വേണ്ടത്. അവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവനുമായിട്ട് എന്തെങ്കിലും ട്രബിൾ ഉണ്ട്, വീട്ടിൽ പറയുക, ഇഷ്ടമില്ലെന്ന് പറയുക, സെപ്പറേറ്റഡ് ആവുക. ദെൻ അതിനൊരു മര്യാദയുണ്ട്. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവള് ഈ ജീൻസ് കോപ്പ് ഇട്ടിരിക്കുന്നേ കുടുംബത്തിൽ മര്യാദയില്ല. അതിനുശേഷം ഇവന്റെ കൂടെ പോയാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇതൊരുമാതിരി ആളെ കളിയാക്കുന്ന കണക്കല്ലേ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. ഇപ്പോഴും എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് ഈ ബസ്സിലെ കിളിയുമായിട്ടൊക്കെ ഇവക്ക് ഇങ്ങനെ സെറ്റപ്പ് ആകാൻ ഭർത്താവില്ലേ വീട്ടിലേ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ? ഭർത്താവ് ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള സെക്ഷൽ ലൈഫിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ കുറെ കമന്റ്സ് കണ്ടിരുന്നു. ഇനി അതും കൂടി മതി, ബാക്കിയല്ലായി. അവനൊരു വേറെ ആണിനോട് ഇഷ്ടമുള്ള ഒരാളാണെന്നോ അങ്ങനെ എന്തൊക്കെയോ കംപ്ലൈന്റ്സ് ഒക്കെ പറയുന്നുണ്ടായിരിക്കും. പറയാം, നെറികെട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവർ തലയെ കെട്ടിവെക്കും. വൃത്തികെട്ട വർഗം. എന്ത് തന്നെയായിരുന്നാലും നമ്മളൊരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. അതൊന്നും ഇവന്റെ പരിപാലന്റെ 5 അയലോത്ര പോയിട്ട് ആ റെസ്പെക്ട് ഇവിടെ കീപ്പ് ചെയ്യാതെ ഇത്തരത്തിലുള്ള തെണ്ടിത്തരം കാണിക്കുന്നവരെ, ഈ പെണ്ണുങ്ങളെ, ഇതിനൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇവളെന്താ കരുതുന്നെന്ന് മനസ്സിലാകുന്നില്ല. എത്ര പേരുടെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചാടിപ്പോയ പെണ്ണുങ്ങളൊക്കെ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് അത്ര പ്രാന്താണോ, അത്രയ്ക്ക് കെടുതിയിലാണോ നീയൊക്കെ ഉള്ളത്? ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. ഒരാളുടെ ലൈഫിൽ ഇരിക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പോക്കൃത്തരം തോന്നുന്നത് എങ്ങനെയാണ്? പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല. അങ്ങനെ ഒരു പാവപ്പെട്ട പയ്യന് നെറ്റിക്കടിച്ചുകൊണ്ട് അങ്ങനെ പോയി ജീവിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അയ്യേ, എനിക്ക് അയ്യേ പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ ഒരാളെ ബോഡി ഷേമിങ് ചെയ്യല്ല, കമ്പാരിസൺ നടത്തല്ല. എന്ത് കണ്ടിട്ടാണെന്ന്? എടാ തേണ്ടി പാട്ടി പാന്നിയുടെ മോനെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്ക് ഭയങ്കര ഉയർന്ന ഉദ്യോഗമുണ്ടോ? പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത വൃത്തികെട്ട ഒരു സാധന അകത്തുള്ളത്. ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കരുതലുണ്ടാവും. ബസ്സിലെ കിടിക്ക് ഒരു കരുതലുണ്ട്. ആ കരുതലാണോ അവൾ ആഗ്രഹിക്കുന്നത്? കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. പൊന്നപ്പൻ ചേട്ടനെ പൊന്നു പോലെ നോക്കും. അതിനേക്കാൾ അവൻ കരുതുന്നില്ലേ? അതും ഓർത്ത് നോക്ക്, രണ്ടുപേരും പ്രണയിച്ചതാണ്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യണല്ലേ? പ്രണയം എന്ന് പറയുമ്പോ അത്രേ ഉള്ളൂ എന്ന് അർത്ഥം. അപ്പൊ ഇൻഫാക്ച്വേഷൻ ആയിരുന്നോ? അല്ലെങ്കിൽ പെമ്പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുള്ള സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും, എന്നിട്ട് അവരൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോൾ അവരുടെ പുറകെ പോക്കോളും. നമുക്ക് വേണ്ട ശാരീരിക സുഖം അവൻ തരുന്നില്ല എന്ന് തന്നെ വെക്കാം. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ചെറുക്കനൊക്കെ ഉണ്ടെന്ന് തന്നെ വെക്കാം. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, അവന്റെ കാര്യം അവൻ പറഞ്ഞോളും. അങ്ങനെ ഇപ്പൊ 2 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. മനുഷ്യനോട് മൂലയ്ക്ക് തീ പിടിച്ചോണ്ടിരിക്കുമ്പോ അവൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല എന്ന് തന്നെ വിചാരിക്കണം. പക്ഷെ അതിന് സൊല്യൂഷൻ ഇല്ലേ? എന്തായാലും ഒരു കാര്യമുണ്ട്, കുട്ടികൾ ഉണ്ടായിട്ടില്ല. സത്യമായിട്ട് ചില സമയത്തെങ്കിലും കുട്ടികൾ ഉണ്ടാകാത്ത ഒരു ഭാഗ്യമാണെന്ന് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. കാരണം ഇതിന്റെ ഏറ്റവും മോശപ്പെട്ട വശം അനുഭവിക്കേണ്ടി വരുന്നത് കുഞ്ഞുങ്ങളാണ്. ഇത് വളരെ കറക്റ്റടാ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട്